ഹേ ഗായ്സ് വാട്സപ്പ് ഇറ്റ്സ് മീ ലൈറ്റ് സ്പീർ കൂടെ. അപ്പോൾ ഗൈസ് നമ്മൾ കളിക്കുന്നത് നമ്മുടെ സ്വന്തം ലിറ്റിൽ നൈറ്റ് മെയർ 1 ആണ് നമ്മൾ കളിക്കുന്നത്. പിന്നെ ഞാൻ കുറേ പ്രാവശ്യം ഇട്ടിട്ടുണ്ടായിരുന്നു, പക്ഷെ അത് വീഡിയോ ക്വാളിറ്റിയും കൊള്ളുമായിരുന്നു, പിന്നെ അധികം പേര് കണ്ടൂല. അപ്പോൾ നമ്മൾ ഇത് ആദ്യം തൊട്ടിരിക്കുന്നത് ലൈറ്റ് മെയർ ആക്സസ് ഡാറ്റ പീരിയോഡിക്കലി പ്ലീസ് ഡു നോട്ട് എക്സിക്യൂട്ട് ദ ഗെയിം ഇഫ് യു സീ ദിസ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മളെ അതുകൊണ്ടാണ് കൺഫേം. അപ്പോൾ നമുക്ക് കുറച്ച് വീഡിയോ ക്വാളിറ്റിയും കൂട്ടും. പിന്നെ നമ്മളെ പുതിയ റെക്കോർഡറാണ്. കഴിഞ്ഞ വീഡിയോ പറഞ്ഞിട്ടുണ്ടായി പഴയ റെക്കോർഡർ കൊള്ളൂലെന്ന്. അപ്പോൾ നമ്മളെ ഗെയിം ഇവിടെ ലോഡായിക്കൊണ്ടിരിക്കുകയാണ്, നമുക്ക് വെയിറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മളത് ഇൻട്രൊഡക്ഷൻ തുടങ്ങിയിട്ടുണ്ട്. നമ്മളെ മെയിൻ വില്ലെത്തിയായ ഇവിടെ വരുന്നത്. ഇവിടെ നമുക്കൊരു പേരിട്ടാലോ? എന്ത് പേരിടും? കൊള്ളാം, നല്ല ചളി. മാസ്കും ലേഡി എന്നിട്ടാ, മാസ്ക് ലേഡി. അപ്പോൾ ഞാൻ വീഡിയോ ക്വാളിറ്റി ഒന്ന് കൂട്ടട്ടെ, ഞാനത് കാണിച്ചു തരാം. ഗ്രാഫിക്സ് എടുത്തിട്ട് നിങ്ങളുടെ കൂട്ടാം. പൊട്ടിത്തെറിക്കുന്നൊന്നും എനിക്കറിഞ്ഞൂടാ. സ്റ്റിൽ ഡോണ്ട് കെയർ. അപ്പോൾ നമ്മുടെ കളി ഇവിടെ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ സ്മൂത്ത്നെസ് കൂടിയിട്ടുണ്ട് നേരത്തേക്കാളും. പിന്നെ രാത്രി ആയതുകൊണ്ടാണ് ഒച്ച എടുത്തിട്ട് അത്. എനിക്ക് കുറച്ച് കളിച്ചിട്ട് എക്സ്പീരിയൻസ്ഡ് ആണ്. ഞാൻ നേരത്തെ കളിച്ചിട്ടുണ്ട്, ഇട്ടിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ ക്വാളിറ്റി ഇല്ലാണ്ടാണ് ഇപ്പോൾ കിട്ടുന്നത്. ഈ തീ ഇപ്പോൾ വെറുതെ കത്തിക്കണില്ല, നമുക്കൊരു ചെക്ക് പോയിൻ്റാണ് കിട്ടുന്നത്. ഓക്കെ, നമ്മളിപ്പോൾ ഒരു വെൻറ്റിലെത്തിയിട്ടുണ്ട്. ഇതിലേക്കൊന്നും അവർക്ക് വരാൻ പറ്റില്ല. നമ്മളെ മറ്റേ ഈ ഹൈറ്റിൻ്റെ സ്ഥലത്ത് നമ്മളാണ് ഇവരെക്കാളും. ഇതിപ്പോൾ കുറേ പേർക്കൊന്നും അറിയാൻ പറ്റില്ല, പക്ഷേ മിക്കവർക്കും ഇതറിയാം. ലിറ്റിൽ നൈറ്റ് മെയർ എന്നാണ് ഇപ്പോൾ ഇത് ഫോണിൽ ഇറങ്ങിയിട്ടുണ്ട്. പൈസ കൊടുത്ത് പഠിക്കണം. ഞാൻ ഗൂഗിളിൽ നിന്ന് ആയിട്ടത്. നമ്മൾ ഒരു ഗെയിമും പൈസ കൊടുത്ത് തരില്ല. ഫ്രീ ഫയർ അത് ഞാൻ ട്യൂട്ടോറിയൽ വേണമെങ്കിൽ കമൻറ്റ് ചെയ്യാം. ഞാനൊന്നും ടോപ്പ് അപ്പ് പോലും ചെയ്തിട്ടില്ല. 2018 പ്ലെയറാണ് ഞാൻ. അതുകൊണ്ട് അവരൊന്നും ഇല്ലാത്തത് നല്ലത്. എടുക്കാം. എന്തിനാ എടുക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ പൊട്ടിച്ചളയാൻ വെറുതെ ഒരു മനസ്സുഖം. ഇങ്ങനെ കുറേ ഇവിടെ ഡോർസ് ഉണ്ടാവും. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഇതൊരു ഡോറാന്ന് ചോദിച്ചിട്ട് അവിടെ കുറേ നേരം തപ്പി. എനിക്കൊരു വർഷം നീ എത്ര എത്താൻ പറ്റുമോ നോക്കാം. ഇനിയിപ്പോൾ ഏതൊന്നും വരാനായിട്ടില്ല. വേണ്ട, നിനക്കിതറിയാവുന്നതുകൊണ്ട് ഇപ്പോൾ പെട്ടെന്ന് കംപ്ലീറ്റ് ആക്കാതെ നിനക്ക്. അങ്ങനെയൊന്നുമില്ല, നമ്മൾ പാർക്കൂർ ചെയ്യണം. ഞാൻ ആദ്യം പിന്നെ ഈ സെറ്റിങ്സ് മാറ്റണം. ഞാൻ ഈ ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ തന്നെ ചെയ്യണമെന്ന് കണ്ടുണ്ടാവും. പിന്നെ കുറേ സ്ഥലത്ത് ഒരു അട്ടനെ പോലത്തെ സാധനം ഉണ്ടായി. ഞാൻ അതൊന്നും കണ്ടില്ല. ഞാൻ ആകെ ഒരു സ്ഥലത്തുള്ള മാത്രം കണ്ടുള്ളൂ. അതിൻ്റെ മേളിലുണ്ട്, ഇതിൻ്റെ മേളിലുണ്ട്. ഞാനിപ്പോഴാണ് അറിയണത്. സംഭവം ഇതെന്താണെന്നറിയോ? ഈ അറിയാത്തവർക്ക് വേണ്ടി പറയണതാണ്, എനിക്കറിയാൻ പാടില്ല. പിന്നെ ഇതൊരു ഷിപ്പിലാണ് നമ്മൾ പെട്ടേക്കണത്, ഒരു വലിയ ഷിപ്പിൽ. അതിനെ നമ്മളാണ് ഏറ്റവും ചെറുത്. അയ്യോ അട്ട വീടല്ലേ, മേത്ത് വീടല്ലേ. ഇതിവിടെ ഞാൻ കുറേ നേരം കിടന്നിട്ടുണ്ട്, എനിക്ക് ഓർമ്മയുണ്ട്. ഇതിൽ പിടിക്കാൻ പറ്റാണ്ടായിട്ട്. ഇപ്പം ഞാൻ എന്താ ചെയ്യണ്ട? എടുക്കാം, തിരിയാ. വേണ്ട, ശരിയായി. പഠിച്ചു മോനെ ഞാൻ. ഓക്കെ, നമുക്കിനി വലിച്ചു പൊട്ടിക്കാത്. ചെക്കൻ തുമ്മണോട്ട് വന്നിട്ട് ഇപ്പം നമ്മ അടിയിലേക്കോട്ടെ പുഷ്. ഇപ്പം നമ്മളിവിടെ ചെക്ക് പോയിന്റ് ഇവിടെ സെറ്റായി. ഇനിയാ നമുക്ക് ഈ അട്ട പിടിക്കാൻ വരും. ഷിറ്റ്, അയ്യോ ഞാൻ അതിൻ്റെ പാറ്റേൺ മറന്നുപോയി. പിടിക്കല്ലേ. സോറി സോറിയൊക്കെ എന്തിനാ പറയാം. പിടിച്ച് ലോഡിങ് സ്ക്രീൻ ഭയങ്കര ഷോക്കാണ്, കാര്യം പറഞ്ഞു. ഓക്കെ, അപ്പോൾ നമ്മൾ വീണ്ടും എത്തിയിട്ടുണ്ട് സ്ഥലത്ത്. എടാ അടിങ്ങിരിയടാ. അവനിപ്പോൾ വയറി പിടിച്ച് കളിച്ചിട്ട് ഞാൻ ചത്തേനെ. തള്ളു മോനെ. എനിക്ക് ഇതിനേക്കാൾ അടിപൊളിയായിട്ട് തള്ള അറിയാം.
ഇങ്ങനെ തോന്നുന്നു നമുക്കൊരു വിഷയമുള്ള പ്രശ്നമില്ല. ഓ ചാവല് ചാവല് ഒരു ചെക്ക് പോയിൻ്റ് ഒക്കെ ഇട്ടില്ല. മട്ടൻ്റെ അടുത്ത് വീണ്ടെത്തും. ഓക്കെ അതെന്ന് വെച്ചാൽ ഈ നമ്മളെ നാട്ടിൽ കുറേ എലികളില്ലേ, അതേമാതിരിയാണ് അവന്മാർ. പക്ഷെ അവന്മാർ സഹായം ചെയ്യും നമുക്ക്. അതിൻ്റെയൊക്കെ ഒരു ഇത് കാണുന്നെങ്കിൽ ഇനി അത് വെറും തുടക്കം, യഥാർത്ഥ തുടക്കം തന്നേ ഉള്ളൂ. നിലത്തൂടല്ലേ പ്ലീസ്. ഇവിടെ ഒരു സ്റ്റാർട്ടുണ്ടെന്ന് തോന്നണം എനിക്ക്. ഈ സാധനത്തിൽ ഞാൻ കുറേ പ്രാവശ്യം വിട്ടിട്ടുണ്ട്. അതിപ്പോൾ അതാ സെറ്റിങ്സ് അല്ല. ഇപ്പം ഞാൻ പറഞ്ഞപ്പോൾ മാറ്റി പറയേണ്ടത്. ഇവിടെ നമ്മൾ നേരെ ഓടാ ആണ്ട് ഒറ്റ ചാട്ടത്തിൽ. ഇത് ശരിക്കും നിങ്ങൾക്ക് ഇറങ്ങിയിട്ടാണ് വരേണ്ടത്. പക്ഷെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ കറങ്ങി ഇത് തിരിക്കുമ്പോൾ അവിടെ ഞാൻ കാണിച്ചു തരാം. നീ കണ്ട അവിടുത്തെ ഒരു ഡോർ ഓപ്പൺ ആവും. അപ്പോൾ നമ്മൾ വിട്ടതിന് അത് അടയും. അപ്പം നിങ്ങിപ്പോൾ കറങ്ങി വന്നാൽ എന്താ പറ്റുമെന്ന് അറിയുമോ? നിങ്ങൾ എത്തണതിന് മുമ്പേ അത് അടയും. അപ്പം ഞാൻ ട്രിക്ക് കാണിച്ചു തരാം. ഇങ്ങനെ തന്നെ ചെയ്യേണ്ടത്, ട്രിക്കൊന്നുമല്ല. കണ്ടത്ര നിങ്ങൾ പക്ഷേ ഇല്ലേ അറ്റത്തെ തുമ്പില്ലേ തൂങ്ങി പിടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കയറാൻ പറ്റില്ല. നിങ്ങൾ തൂങ്ങാണ്ട് ഒറ്റയടിക്ക് ചാടി അപ്പുറത്തേക്ക് എത്തണം. അത് ശരി, ഞാൻ എത്ര ഇപ്പോഴേ കാണുന്നത്. ഇനി നിങ്ങളാ പ്രേതത്തിൻ്റെ ഇൻട്രഡക്ഷൻ കാണാം. മേളിലേക്ക് നോക്കിക്കോ, ആ ടോപ്പിൽ ഇപ്പം കണ്ട എന്തോ കണ്ട തൂക്കി പിടിച്ചോണ്ടോണ. നമ്മ കയറി പിടിച്ച് പോകുന്നുണ്ട്. നമ്മ ചെറുതായിട്ട് സ്പൈഡർമാൻ്റെ മോനെ കൊണ്ട് കുഴപ്പമില്ല. ഓക്കെ, മറ്റേ ജാക്കറ്റ് ഇട്ട് സ്പൈഡർമാനാണ് മഴയത്ത് വന്നിട്ട്. എടി ഇത് മറ്റേ ക്ലൗള്ള ചെറിയേക്കാൻ പിടിക്കൂലേ, അങ്ങനെ പോലെ ഉണ്ടല്ലോ. പിന്നെ നിങ്ങൾ മിക്കപ്പോഴും ശ്രദ്ധിക്കാണ്ട് കൊണ്ടുവന്ന സ്ഥലത്താണ് ഇവരിതൊക്കെ കൊണ്ടു നോക്കണത്. ഞാനെല്ലാം പറഞ്ഞു എന്നിട്ട് കളിക്കണം. പക്ഷേ എനിക്ക് ഫുള്ളായിട്ട് ഗെയിം അറിഞ്ഞൂടാ, കുറച്ചൊക്കെ അറിയാം. പിന്നെ ആ എൻഡിങ് കണ്ടിട്ടുണ്ടാവും. അതിന് ഞാൻ കുറച്ച് ഞാൻ മാത്രമല്ല കളിച്ചത്, അത് കുറച്ച് വേറെ എൻ്റെ അനിയനും കളിച്ചിട്ടുണ്ടായി. കൂടുതലും കളിച്ചത് അതിനാണ്. അതാണ് ഞാൻ ഇത്ര പ്രോ ആയേക്കണം. ഇപ്പം നമ്മൾ ഇവിടുന്ന് പറക്കണം. ഇതിൻ്റെ ഈ കമ്പീൻ്റെ അത് തോത്ത് ഇരുട്ടാണ്, കറണ്ടാണ്. ഓടുമോനെ. അപ്പോൾ ഈ കറണ്ട് ഓണാവണതിന് മുമ്പ് നമ്മളിങ്ങനെ പറക്കണം. കറണ്ട് ഓണാക്കിയാൽ നമുക്ക് ഇതിൽ കൂടി പോകാൻ പറ്റില്ല, സ്റ്റക്കാവല്ലേ. അതെ, അപ്പോൾ കറണ്ട് വേണമെങ്കിൽ നമ്മൾ പടിയാവും. ഓഫ്, ഇപ്പോൾ കണ്ടോ, ഇതിപ്പോൾ ഇതിനകത്ത് കറണ്ട് ഉണ്ട്. നമുക്ക് കയറിക്കാനാണ് ഡെഡാവും. ഞാൻ സത്യസന്ധമായിട്ട് കളിക്കുന്നതാണ്. ഞാൻ മറ്റേ കോപ്പി അടിക്കുന്നു. ഞാൻ ഇങ്ങനെ ആദ്യമായിട്ട് കാണുന്നവരെ കളിക്കല്ല, എനിക്കറിയുന്നുണ്ട്. ഞാൻ ആദ്യമായിട്ട് ഇവിടെ എന്താണാവോ മറന്നു പോയായിരുന്നു ചെറുതായിട്ട് കുറച്ചാളെ കളിച്ചിട്ട്. ഓക്കെ, ഇവിടെ ക്ലൈം ചെയ്യാം. എനിക്ക് ചില സ്ഥലമൊന്നും ഇടക്കിടക്ക് ഓർമ്മയിട്ടില്ല. ഇപ്പം ഇവിടെ കുറേ വാതിലുണ്ട്. ഇതിനറ്റത്തൊരു വാതിലുണ്ട്. ഞാൻ അവിടെ കയറി കുറേ നേരം നോക്കിയിട്ട് എനിക്ക് അവിടെ ഒരു സ്ഥലവും കിട്ടിയില്ല. കുറച്ച് നേരം തപ്പിക്കഴിഞ്ഞപ്പോൾ മനസ്സിലായി ഇവിടെ ഡോറിനായിരുന്നു. അയ്യോ മറന്നു ചത്തേനെ. എനിക്ക് കണ്ണ് കാണാൻ പറ്റില്ല, ഓൾറെഡി സ്മെല്ല് ചെയ്യാൻ മാത്രം പറ്റുള്ളൂ. കാരണം മണം പിടിച്ച് പോകണണ്ടൊക്കെ. ഭയങ്കര വലിയ കയ്യുമാണ് എനിക്ക്. ഇതൊക്കെ നമ്മളെ പോലത്തെ ആൾക്കാരാണ് കിടക്കണത്. പക്ഷെ നമുക്ക് അവരാരെ രക്ഷിക്കാനൊന്നും പറ്റില്ല. പിന്നെ ഇവനിക്കൊരു കുഴപ്പമുണ്ട്. ഇവനിക്ക് വിശന്ന് കഴിഞ്ഞാൽ ആരെ വേണേലും പിടിച്ച് തിന്നുപോയി.
മനസ്സിലായ? നമ്മൾ ഈ ജീവനുള്ള എലീന കുറേ സാധനങ്ങൾ ഇപ്പം എലീനല്ല, അപ്പം അവൻ്റെ ഫ്രണ്ടിൽ അവൻ്റെ കൂട്ടുകാരനെ ചോദിച്ചു അവനെ പിടിച്ചു തന്നു. അത്ര വിശപ്പുള്ള ഒരാളാണ് നമ്മൾ. അത് ചിലപ്പോൾ നമ്മൾ ഈ വേൾഡിലേക്ക് വന്നതിന് എന്തെങ്കിലും ആയിരിക്കും. ശരിക്കും എന്താണെന്ന് എനിക്കറിയാൻ പാടില്ല. നമുക്ക് ഒരു രാക്ഷസനെ പോലെ വിശന്നതിനാ തിന്നണ കാണും. നല്ല പണിയാവുന്നു. ഇത് ഇച്ചിരി ലോങ് എപ്പിസോഡ്സ് ആയിരിക്കും കേട്ടോ, കാരണം ഇത് വലിയ ഗെയിമാണ്. വിശക്കാൻ തുടങ്ങി. ഇവിടെ പേര് 6 എന്നാണ്. പിന്നെ സെക്കൻഡിൽ വേറൊരുത്തനും കൂടി വരും, മോളെന്ന് പറഞ്ഞിട്ട്. അവനെനിക്ക് ശരിക്കും അറിഞ്ഞൂടാ, അവനായിട്ട് ഞാൻ കളിച്ചിട്ടില്ല. ശരിക്കും പറഞ്ഞാൽ സെക്കൻഡിലാണ് കളി മൊത്തമുള്ളത്. പക്ഷെ ഇവർ സെക്കൻഡ് ഫോണിൽ ഇറക്കിയിട്ടില്ല. ഇപ്പം നമ്മളെ പോലത്തെ ഒരുത്തനെ കണ്ട അപ്പുറത്ത് സഹിക്കാൻ പറ്റാത്ത വിഷമായി. ചാടാൻ പറ്റില്ല. ഒരു ഇറച്ചി കഷ്ണം. ഓ എറണാകുളം തിന്നു ഇപ്പൊ കണ്ടോട്ടാ. കണ്ട വേത്തുന്ന ഇഷ്ടപ്പെട്ട് താങ്കൂ മുന്നിലേക്ക് നമ്മൾ വിശന്ന് കത്തേന്. കേരള മോനെ കയറി പിടിക്കണ ഇവന്മാര് വെറുതെ കുറേ സ്ഥലത്തൊന്നും കുളിച്ചിട്ട് കുറച്ച് ദിവസമായി. കുളിച്ചിട്ട് വേണം. കുളിക്കാൻ സമയമില്ല, എസ്കേപ്പ് അടിക്കണം. കുളിച്ച് സെറ്റ്. കുളിച്ച് നോക്കുക. ഇതൊക്കെ എൻ്റെ ഒരു മനസ്സുഖമാണ്. അയ്യോ ഇതെന്തായിരുന്നു? എവിടെ ഇതിൻ്റെ അകത്ത് കാറുണ്ട്? ഞാൻ പറയാനുള്ള കണ്ടു. ഇതൊക്കെ കയറി എത്ര പ്രാവശ്യം കറണ്ട് അടിച്ചാത്തുണ്ടെന്ന് അറിയോ? ഇങ്ങനെ എന്നാ മനസ്സിലാവാണ്ട് എത്ര നേരം വേണ്ടി. എന്നാൽ ലാസ്റ്റ് ആകുമ്പോഴാണ് എൻ്റെ ബുദ്ധി കുത്തിക്കണത്. അവസാനമാകുമ്പോൾ നമ്മൾ നോക്കും ഇവിടേക്ക് ഇങ്ങനെ പോകണമെന്ന്. ഇതെനിക്ക് ശരിക്കും ഓർമ്മ കിട്ടുള്ള കുറേ നാളായി. ഞാൻ ഷോർട്ട്സ് ഇട്ടത് എപ്പോഴാണ് എനിക്ക് ഓർമ്മയില്ല. ഇതേ ചെക്ക് പോയിന്റ് ചെല്ലല് ഞാൻ വിചാരിച്ചു ഇവിടെ വെറുതെ വെച്ചേക്കണേ നീലായിട്ട്. ആദ്യം ഇതിന് ലോഡിങ് സ്ക്രീൻ ഭയങ്കര ലോങ്ങാണ്. വെയിറ്റ് ചെയ്ത് മതിയാവും. സെറ്റ്. ആ ചെക്ക് പോയിന്റ് വെറുതെ ആയിരുന്നു തോന്നുന്നു. നാമതേ വീണ്ടും ഇവിടെ തന്നെ എത്തി. നമുക്ക് നേരെ കുളിക്കാൻ സമയമൊന്നുമില്ല. പ്രാവശ്യം കുളിച്ചല്ലേ മതി. നമുക്ക് നേരെ സ്പീഡിന് അങ്ങോട്ട് ഓടാം. ഞാൻ ആദ്യമായിട്ടാണ് തള്ളിയിടാണ്ട് പോകാൻ. നടക്കൂല, തള്ളിയിടാണ്ട് സുഖം ഉണ്ടാവില്ല. ഓക്കെ ഇവിടെ ചെക്ക് പോയിന്റ് ഒന്നും അല്ല തോന്നി. ഈ വിളക്ക് പറ്റേ നമ്മൾ ഇപ്പോഴാണ് ചാടിയത്. നേരത്തെ ഇപ്പോഴും ഇങ്ങനെ ചാടിക്കാനെ ചാവും. അതിപ്പോൾ അടുത്തേക്ക് വരും. ഒക്കെ മതിയാവും. ചത്തു പിടി. ഓക്കെ ഒരു പ്രത്യേകിച്ച് സ്റ്റോറി ഒന്നുമില്ല. നമുക്ക് ഇവിടുന്ന് എസ്കേപ്പ് അടിക്കണം, അത്രേ ഉള്ളൂ. ഞാൻ കുറച്ച് സേഫ്റ്റിക്ക് വേണ്ടി ഏറ്റവും ഒറ്റ ചാട്ടം. ഉണ്ടാവട്ടെ, ഇതെനിക്ക് ഓർമ്മയില്ല. പൊന്നു മോനൊന്ന് പിടിക്ക്.
ഓർമ്മ വന്നു. പിടി. ഓ യെസ്. കേരള. ഓക്കെ ഫൈനിനപ്പോൾ നമ്മളെത്തി. ഇത് കുറച്ച് ശോഭം. ഓക്കെ അപ്പം നമ്മൾ അടി പൊട്ടനെ കൊണ്ട്. ഓക്കെ അത് ഓപ്പൺ ചെയ്ത് പോയി പിടി. നമ്മൾ ഈ എല്ലാവരും കുറച്ച് വീടുള്ളതിനെ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചിലവർ കാണൂല. അതാണ് ഇപ്പോൾ ലോങ് വീഡിയോ എന്നിട്ട് കഴിഞ്ഞാൽ മിനിറ്റൊക്കെ നോക്കിയിട്ട് കാണുന്നവരുണ്ട്. അവർ നോക്കിയിട്ട് പിന്നെ കാണാമെന്ന് പറയും. അപ്പോൾ നമ്മളുടെ 300 സബ്സ്ക്രൈബേഴ്സ് അറിയും. അതിൽ ആരോ ഒരാൾ മാത്രം എനിക്ക് സബ്സ്ക്രൈബ് ചെയ്തു. ഒരാൾ മാത്രം 300 വ്യൂസ്. പണ്ട് എനിക്ക് കമൻറ്റ് വരെ മന്നായിരുന്നു എനിക്ക്. ഇപ്പോൾ ഒരു സബ്സ്ക്രൈബർ എനിക്ക് ഈ കൊല്ലം ശരിക്കും പറ്റുമായിരുന്നു 500 എങ്കിലും അടിക്കാൻ. എൻ്റെ കുഴപ്പം തന്നെയാണ്. എൻ്റെ കുഴപ്പമില്ല, ഫോൺ കുറച്ച് ഷോ ആയിരുന്നു. അതുകൊണ്ട് എനിക്ക് കുറച്ച് നേരത്തേക്ക് വീഡിയോ ഇടാൻ പറ്റിയില്ല. ഓക്കെ അതേ വന്ന് നമുക്കിനി പിടിക്കാം. അയ്യോ ഞാൻ ചത്തുന്ന് ചേച്ചി. നമ്മൾ ബഗ് അടിച്ച് ചത്തു. ശരിക്കും അതൊരു ലാഗായിരുന്നില്ല, ബഗ്ഗും ആയിരുന്നില്ല, അതൊരു ആഡ് വന്നത്. നമ്മൾ അടിയിലെത്തിയ. ഓക്കെ നമ്മൾ അടിയിലെത്തി. ഇനി എന്താ ചെയ്യേണ്ടത്? അയ്യോ ഇവിടെ അട്ടേ. പക്ഷെ ഞാൻ നേരത്തെ ഈ അട്ടനെ ഒന്നും കണ്ടില്ലല്ലോ. ഞാൻ അട്ടനെ മൈൻഡ് ചെയ്തില്ലൊന്നും. സോറി, മൈൻഡ് ചെയ്തിട്ടുണ്ട്. അയ്യോ കേറ്. ചത്തേനെ ആരണ്ടോന്ന്. ഓ ഈ സാധനം വീണ്ടും വന്ന. കത്തി ചാവൂലേ ഇടോ. ഓക്കെ അപ്പം നമ്മൾ വീണ്ടും എത്തി. അത് ഒരിക്കലും ഒരു ബഗ്ഗും അല്ല, സ്റ്റെക്കും അല്ല, അത് എൻ്റെ കുഴപ്പം തന്നെയാണ്. എടാ ഇത് റെക്കോർഡിങ്. ഓക്കെ തലയിൽ പോവും. ഇല്ല ഒന്ന് വേഗം. സോറി ഞാൻ പെട്ടെന്ന് കടന്നുപോയി. ഇവിടെ കയറുന്നതിന് മുമ്പ് എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഈ പാലം വേകുമ്പോൾ റെക്കോർഡിംഗ് അല്ലേ നോക്കണത്. ഓക്കെ റെക്കോർഡിംഗ് ആണ്. ഞാൻ പറക്കാൻ പോണേണ്. ഐ നീഡ് ടു ഫ്ലൈ. നേരത്തെ പോലെ ഞാൻ ഒരു പ്രാവശ്യം രക്ഷപ്പെട്ട് നീ ചേച്ചി പെട്ടീനെ മേളിൽ കയറാടുന്നേ. പക്ഷെ നിങ്ങൾക്ക് രക്ഷപ്പെട്ട് നിങ്ങൾ പെട്ടീനെ മേളിൽ കയറണം. പെട്ടിയും പോയി. എന്നെ സഹായിച്ച പെട്ടിയും പോയി. അവസാനം ഓട്ട് നമ്മിപ്പോൾ ആ ഫസ്റ്റ് മീറ്റ് കാണാൻ പോണേ ഗോസ്റ്റിനെ അല്ലേ. എല്ലാം ഇതൊക്കെ ഏതാ സ്ഥലം എനിക്ക് ഓർമ്മ പോലില്ല. ഓക്കെ ലേറ്റർ കൊടുക്കാം. എന്തായാലും ഇത്രയും നല്ല ഗെയിം ഉണ്ടാക്കിയത്. ഓ ഞാനിപ്പോൾ ഈ ചത്തുണോ. നീ ഇപ്പം ഈ വാതിൽ തുറന്നിട്ട് ഇവിടെയൊക്കെ പോകാൻ പറ്റണുണ്ടോ? ഇപ്പുറത്തെത്തിയാകുമ്പോൾ പക്ഷെ ഒരു ഉപകാരമില്ല. നമുക്ക് ഈ വഴിയാവുകൊണ്ട് ഇതാണ് ഞാൻ പറഞ്ഞത്. ഇങ്ങനത്തെ കുറേ കൺഫ്യൂഷനാക്കാൻ വേണ്ടി ഇവിടെ കുറേ ദിവസം പിന്നെ ഇങ്ങനെ പോകുമ്പോൾ നമുക്ക് മനസ്സിലാവില്ല നമ്മൾ എപ്പോഴാണ് നേരത്തേക്ക് വീഴണമെന്ന്. അവൻ വെറുതെ സ്ട്രെയിറ്റ് ആയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. വിടരുത് പൊങ്ങ്. 1
ഉള്ളപ്പടിക്കാനല്ല പറഞ്ഞ പൊങ്ങ്. ഇവനെന്താണ്? ഓക്കെ ലെറ്റ്സ് ഗോ. ഞാൻ വെള്ളത്തിലിടാം. ഓക്കെ ഇപ്പം നമ്മൾ ഇവിടെ എത്തി. ഞാനിവിടെ വന്നിട്ട് കുറേ പ്രാവശ്യം ഈ വാതിൽ ഓർക്കാൻ നോക്കി. പിന്നെ അവസാനം ഇപ്പോൾ മനസ്സിലായി നമ്മൾ ഇവിടെ പോകേണ്ടതെന്ന്. പക്ഷെ മിക്ക യൂട്യൂബേഴ്സും അതൊന്നും നോക്കൂല. എല്ലാവരും ഇങ്ങനെ നേരെ ഇങ്ങനെ വരും. ഞാൻ മാത്രം ഒന്നുമില്ല മണ്ടൻ. അതൊക്കെ എനിക്കറിയാം. അവന്മാരെ ഓരോ ഡീറ്റെയിൽസ് ആയിട്ട് അങ്ങനെ ഉണ്ട്. പെട്ടി ഇപ്പോൾ പിടിച്ച് വലിച്ചിട്ട് ഓടിക്കളഞ്ഞ കണ്ട. നമ്മളെ സഹായിക്കണേണ് അവർ. ഓക്കെ പോരാ. ഓക്കെ നമുക്ക് ഇതിൻ്റെ മേളൊരു കീ ഉണ്ട്. നിങ്ങളെ കാണുന്നതാണ് ആ ഗീന്ന്. ഓക്കെ നമ്മളിപ്പോൾ ഇവിടെ നിന്ന് കടന്നതിനെ നമ്മൾ വീഡിയോ നിർത്തുന്നതാണ്. അടുത്തൊരു എപ്പിസോഡായിട്ട് എല്ലാവരും വെയിറ്റ് ചെയ്യണം. വിട്ടോ വൈകിട്ടോ. എടുക്ക്. എടുക്ക്. ഓക്കെ അയ്യോ എങ്ങനെയാണെങ്കിൽ കേടുക. അല്ലേ വേണ്ട. ഇവിടെ ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് മീറ്റാണ്. പ്രേയത്തിനൊന്ന് കണ്ടിട്ട് പോവാം. ആണെന്ന് തോന്നുന്നു. അല്ല ഓക്കെ എവിടെ വെച്ച് നിർത്തണമെന്ന് എനിക്കറിയാൻ പാടില്ല. അതാണ് ഈ കിടന്ന് ഓടിക്കൊണ്ടിരിക്കണേ. നേരത്തെ നിർത്തിയാൽ മതിയായിരുന്നു. ചാടാനൊന്നും പറ്റില്ല. അതായിട്ടാ കാര്യം. ചാടാൻ പറ്റില്ല. ചെക്ക് പോയിന്റ് നിന്ന് കിട്ടി. ഇങ്ങനെ അവിടെ ചേർത്തു. അയ്യോ ദൈവം, എനിക്ക് വീണ്ടും വിശക്കണം. അമ്മ ഇപ്പം നിർത്തും. എനിക്ക് മനസ്സിലായത് ഇപ്പം എങ്ങോട്ടാ പോകണമെന്ന്. കത്തിച്ച്. ഓക്കെ വിശക്കല്ലേ? ടൈമിങ് ഇപ്പം 23 മിനിറ്റ് ആയതാണ് എനിക്ക് തോന്നുന്നത്. എഴുന്നേക്കൊന്ന്. ഓതിയ മീറ്റ് ഓട്. നമ്മളെ ഹാർട്ട് ബീറ്റ് ഇപ്പം എനിക്ക് കേൾക്കാം. ഓക്കെ അപ്പോൾ എനിക്ക് ഇവിടെ ചെക്ക് പോയിന്റ് എത്തിയപ്പോൾ ഞാൻ അവിടെ എത്തിച്ചോളാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ സബ്സ്ക്രൈബ് ചെയ്യണം. 25 ലെങ്ത്തുള്ള വീഡിയോ ആണ്. കുറേ നേരം കഷ്ടപ്പെട്ടു. ഇപ്പോൾ ഒരു ആഡ് വന്നപ്പോൾ എല്ലാം പോയി. അപ്പോൾ വീണ്ടും കളിച്ചിട്ട് അവിടെ എത്തിപ്പിക്കണം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും ബൈ.